വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ ഹസ്ബൻഡ്, 3 മക്കള്. 3 മക്കള്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്ത മോൻ ഷിപ്പില്, മോള് സൗദിയില്, ചെറിയ മോൻ കൂടെയുണ്ട്. ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. പിന്നെ 2 മാസമായപ്പോ ഡയാലിസിസ് തുടങ്ങിയിട്ട്. ഡയാലിസിസ് തുടങ്ങി. ഇപ്പൊ ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ഉണ്ട്? 3 ദിവസവും ഡയാലിസിസ്. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ടാണ്. ഓരോ ദിവസം ഇടവിട്ട് ആഴ്ചയിൽ 3 ദിവസം കടന്നുപോയി 5 മണിക്കൂർ ഡയാലിസിസ് ചെയ്ത് ആളെയുമായിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുന്നുണ്ട്. ആള് ഹാപ്പിയാണോ? ഹാപ്പി ആയിരിക്കുന്നു. അപ്പൊ ഈ തിരക്കിട്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം ലഭ്യമായോ? കിട്ടിയ സമയങ്ങൾ പഴക്കാതെ വായിച്ചു. പൗലോസ് മറ്റ് സഭകളെ കവർന്ന് അവരോട് ചിലവിന് വാങ്ങിയത് കൊരിന്തിൽ വന്ന് എന്ത് ചെയ്യാനാണ്? അവരോടൊപ്പം താമസിക്കാൻ. ഓപ്ഷൻ ബി, അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ. ഓപ്ഷൻ സി, അവിടെ ധനശേഖരം നടത്താൻ. ഓപ്ഷൻ ഡി, അവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ. എന്തിനാണ് മറ്റ് സഭകളെ കവർന്ന് ചിലവിന് വാങ്ങിയത്? At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്, ബാംഗ്ലൂർ. ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. ബൈബിൾ ബ്രെയിൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. വിവിധ പ്രായത്തിലുള്ള മത്സരാർത്ഥികളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ കോമ്പറ്റീഷൻ ഡെസ്കിൽ എത്തുന്നത്. വിദ്യാർത്ഥികളുണ്ട്, വീട്ടമ്മമാരുണ്ട്, പലവിധ ജോലി മേഖലകളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ബൈബിൾ വായിക്കാനും വചനം പഠിക്കാനും സമയമുണ്ട് എന്നുള്ളത് അതിശയകരമായൊരു കാര്യമാണ്. നാം പരിശ്രമിച്ചാൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും മത്സരിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ഒക്കെ ദൈവം നമുക്ക് കൃപ നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇന്ന് നമ്മോടൊപ്പമുള്ള മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടു ബൈബിൾ ബ്രെയിൻസ്. എന്താണ് പേര്? അമ്മിണി. എവിടെ നിന്നാണ് വരുന്നത്? വടക്കഞ്ചേരി തേനെടുക്ക്. വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ ഹസ്ബൻഡ്, 3 മക്കള്. 3 മക്കള്. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് മൂത്ത മോൻ ഷിപ്പില്, മോള് സൗദിയില്, ചെറിയ മോൻ കൂടെയുണ്ട്. കൂടെയുണ്ട്, വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു പേഷ്യന്റ് ആണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിഡ്നിയുടെ പ്രശ്നമാണ്. ഓപ്പറേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. പിന്നെ 2 മാസമായപ്പോ ഡയാലിസിസ് തുടങ്ങി. ഇപ്പൊ ആഴ്ചയിൽ എത്ര ഡയാലിസിസ് ഉണ്ട്? 3 ദിവസവും ഡയാലിസിസ്. എത്ര മണിക്കൂർ എടുക്കും നമ്മൾ ഒരു തവണ ഡയാലിസിസ് പോയാൽ? അത് മിനിമം ഒരു 5 മണിക്കൂർ. അകത്ത് കയറ്റി ഒരു 4 മണിക്കൂർ, 4.5 മണിക്കൂർ. ചിലപ്പോൾ BP ഷുഗറൊക്കെ നോർമലായിട്ട് ഒരു 5 മണിക്കൂർ ആവറേജ്. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ടാണ്. ഓരോ ദിവസം ഇടവിട്ട് ആഴ്ചയിൽ 3 ദിവസം കടന്നുപോയി 5 മണിക്കൂർ ഡയാലിസിസ് ചെയ്ത് ആളെയുമായിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുന്നുണ്ട്. ആള് ഹാപ്പിയാണോ? ഹാപ്പി ആയിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ആരാധനയ്ക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ട്? ആരാധന മുടക്കുന്നില്ല. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല?
പ്രത്യേകിച്ചില്ല. ഇപ്പൊ ഒന്ന് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, ദൈവസൗഖ്യം നൽകട്ടെ. അപ്പൊ ഈ തിരക്കിട്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ ബൈബിൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം ലഭ്യമായോ? കിട്ടിയ സമയങ്ങൾ പഴക്കാതെ വായിച്ചു. പല ആവർത്തി വായിച്ചോ? പല ആവർത്തി വായിക്കാൻ സമയം കിട്ടിയില്ല. കാരണം പുസ്തകം കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. ആ, ഇന്ന് തന്നെ പുസ്തകം എന്ന് അറിഞ്ഞിട്ട് കുറച്ച് നാള് 2-3 ആഴ്ചയില്ലേ ആയുള്ളൂ. ആ, അപ്പൊ അതിന്റെ ഒരു വേഗത കുറവ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? എങ്കിലും നമുക്കറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ സാധിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ചർച്ചില് പ്രയറുകളൊക്കെ വരുന്ന, അങ്ങനെ ഇന്നലെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് സെൻറ്ററിന്റെ, അതിന് പോയി. അങ്ങനെ പല പല കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലേ. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം. മത്സരത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പൊ മത്സരത്തെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം, ശ്രദ്ധിക്കുക. മുഴുവൻ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിലെത്തുന്നു. രണ്ടാമത്തെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ. ഒടുവിലത്തെ 5 ചോദ്യങ്ങൾ 10000 രൂപയുടെ ബമ്പർ സമ്മാനത്തിൽ എത്തിക്കുന്ന 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. 15 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ ബമ്പർ സമ്മാനം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇരയില്ലാതിരിക്കുമ്പോൾ അലറാത്തത് ആരാണെന്നാണ് ആമോസ് പറയുന്നത്? എ സിംഹം, ബി കരടി, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി കടുവ. ഇരയില്ലാതിരിക്കുമ്പോൾ അലറാത്തത്. എ സിംഹം. ഓപ്ഷൻ എ സിംഹം എന്ന ഉത്തരവാണ് ഉറപ്പിക്കുന്നത്. ഇരയില്ലെങ്കിൽ പുള്ളി അലറത്തില്ലല്ലേ? ആ, ആയിരിക്കും. അതെ, ആണോ? വായിച്ചതിൽ അങ്ങനെ ഒരു ഓർമ്മ കിടപ്പുണ്ട്. ആ ഓർമ്മ ശരിയാണോ? ഓപ്ഷൻ എ എന്ന ഉത്തരം ശരിയാണോ? വളരെ ശരിയാണ്. പച്ച കത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവും കേട്ടോ. എല്ലാത്തിനും പച്ച കത്തട്ടെ. മുമ്പിലേക്ക് വേഗത്തിൽ പോകട്ടെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: തേൻ ഭക്ഷിച്ചപ്പോൾ കണ്ണ് തെളിഞ്ഞത് ആർക്ക്? ഓപ്ഷൻ എ ഷൗൽ, ഓപ്ഷൻ ബി യോനാഥാൻ, ഓപ്ഷൻ സി ദാവീദ്, ഓപ്ഷൻ ഡി അബ്നേർ. ക്ഷീണമായിട്ടിരിക്കുമായിരുന്നു. തേൻ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് തെളിഞ്ഞു. യോനാഥാൻ. ഓപ്ഷൻ ബി യോനാഥാൻ എന്ന ഉത്തരമാണ് അമ്മിയമ്മ ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി യോനാഥാൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ വളരെ ശരിയാണ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല? ഉണ്ടോ? ഇല്ല. ആ പുഞ്ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു ടെൻഷൻ ഒന്നുമില്ല പാസ്റ്റർ. ചോദ്യം പോരട്ടെ എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണോ? ടെൻഷൻ ഇല്ലാതില്ല. ഏതായാലും നമുക്ക് നോക്കാം, മുൻപിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വെള്ളം പോലെ തുളുമ്പുന്നവനെ എന്ന് യാക്കോബ് വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ എ ദാൻ, ഓപ്ഷൻ ബി യഹൂദ, ഓപ്ഷൻ സി ശിമിയോൻ, ഓപ്ഷൻ ഡി രൂബേൻ. ഓപ്ഷൻ ഡി രൂബേൻ എന്ന ഉത്തരം അമ്മിണിയമ്മ ഉറപ്പിക്കുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി രൂബേൻ എന്ന ഉത്തരം ശരിയാണോ? യെസ്, രൂബേനെയാണ് വെള്ളം പോലെ തുളുമ്പുന്നവനെ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ റൗണ്ടിന്റെ പകുതി കടമ്പ് നമ്മൾ കടന്നിട്ടുണ്ട്. അടുത്ത പകുതി കൂടെ കടന്നാൽ അമ്മിണിയമ്മാമ്മയ്ക്കും ഗുഡ് ന്യൂസ് ഒരു സമ്മാനം തരും. അതിൽ സന്തോഷിക്കാം. ഇതാ ആദ്യത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം. ശ്രദ്ധിക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും എന്ന് യഹോവ അരുളി ചെയ്തത് ആരോട്? ഓപ്ഷൻ എ യാക്കോബിനോട്, ഓപ്ഷൻ ബി അബ്രഹാമിനോട്, ഓപ്ഷൻ സി ഏലിയോട്, ഓപ്ഷൻ ഡി ദാവീദിനോട്. ആരോടാണ് അരുളി ചെയ്തത്? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഇതിലൊരു കൂട്ടർ കർത്താവിനെ നിന്ദിച്ചിട്ടുണ്ട്. അതാരാണ്? നിന്ദിച്ചിട്ടുണ്ട്. ആ നിന്ന അദ്ദേഹത്തിന്റെ പുത്രന്മാർ നിമിത്തം ഉണ്ടായി നിന്ന കൂടെയാണ്. ആരായിരിക്കും? അദ്ദേഹത്തിന്റെ പുത്രന്മാർ നിന്ദിച്ച നിന്നയുണ്ട്. ഇതിലാരുടെ പുത്രന്മാരാണ്? ആർക്കാണ് പുത്രന്മാരുള്ളത്? പുത്രന്മാർ നിന്ദിച്ചത് നിന്ദിച്ചത് എലിയോട്. എലിയുടെ മക്കള് നിന്ദിച്ചത്
ആണോ? അപ്പൊ ഏലി ആയിരിക്കുമോ ഉത്തരം? ഏലിയായിട്ട് മുന്നോട്ട്. ഓപ്ഷൻ സി ഏലി എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. അതെന്തുകൊണ്ട് അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞത്? അബ്രഹാമിനോടാണെന്ന് പറയാൻ കാരണം, അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതാരാണ്? അത് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കാം. ഓപ്ഷൻ സി ഏലി എന്ന ഉത്തരം ശരിയാണോ? യെസ്, ഏലി എന്ന ഉത്തരമാണ് ശരി. ഏലിയുടെ മക്കൾ യഹോവയുടെ വഴിപാട് നിർമ്മിച്ചപ്പോൾ ഏലിയോടാണ് പറഞ്ഞത്. അവിടെയാണ് ആ വാക്യം കിടക്കുന്നത്. ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം ഇതാണ്: പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ശാസ്ത്രിമാർ, ഓപ്ഷൻ ബി ജാതികൾ, ഓപ്ഷൻ സി പരീശന്മാർ, ഓപ്ഷൻ ഡി കപട ഭക്തിക്കാർ. ആരാണ് പള്ളികളിലെ തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അയ്യോ ആരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കപട ഭക്തിക്കാരോ? കുറച്ചുകൂടെ ഉറക്കെ പറയാം ഉത്തരം. ഏതാ? ഓപ്ഷൻ ഡി കപട ഭക്തിക്കാർ. കുറച്ചുകൂടെ ഉറക്കെ പറയണേ, നമ്മുടെ മൈക്കിൽ ആ ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി കപട ഭക്തിക്കാർ എന്ന ഉത്തരം അമ്മിണിയമ്മാമ തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ പരീശന്മാരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സംശയം. തെറ്റിപ്പോയ സങ്കടമൊന്നുമില്ലല്ലോ. നിശബ്ദമായ ഒരു ചിരി മാത്രമാണ് അമ്മിയമ്മാമ നൽകുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി കപട ഭക്തിക്കാർ എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ ഈ റൗണ്ടിൽ 5 ചോദ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു സമ്മാനം ഉണ്ടാകും കേട്ടോ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. മത്സരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് അല്ലേ? ഓക്കെ, ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചോദിക്കാൻ ഒരാളുണ്ടായില്ല. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ് ചോദ്യം. പൗലോസ് മറ്റ് സഭകളെ കവർന്ന് അവരോട് ചിലവിന് വാങ്ങിയത് കൊരിന്തിൽ വന്ന് എന്ത് ചെയ്യാനാണ്? അവരോടൊപ്പം താമസിക്കാൻ, ഓപ്ഷൻ ബി അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ, ഓപ്ഷൻ സി അവിടെ ധനശേഖരം നടത്താൻ, ഓപ്ഷൻ ഡി അവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ. എന്തിനാണ് മറ്റ് സഭകളെ കവർന്ന് ചിലവിന് വാങ്ങിയത്? ഏതാണോ ഉത്തരം? ശുശ്രൂഷ ചെയ്യാനാണോ? ബുദ്ധിമുട്ട് തീർക്കാനാണോ എന്നൊരു സംശയമുണ്ട്. അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ പൗലോസ് അവരിൽ നിന്നൊന്നും വാങ്ങാതെ വണ്ണം. അപ്പൊ എന്തിനാണ് ശുശ്രൂഷ ചെയ്യാൻ? ഓപ്ഷൻ ബി അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ എന്ന ഉത്തരം അമ്മിണിയമ്മാമ ഉറപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യാനാണോ അവരുടെ ബുദ്ധിമുട്ട് തീർക്കാനാണോ? കൊരിന്തിൽ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? യെരുശലേമിലും മക്കദോനിയിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി എന്ന ഉത്തരമാണോ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം? യെസ്, ഓപ്ഷൻ ബി എന്ന ഉത്തരം ശരിയാണ്. അപ്പോ 1000 രൂപ സമ്മാനം ഞങ്ങളങ്ങ് തരും. ഒരു മത്സരിച്ചിട്ട് എല്ലാവരും സഭയിൽ എല്ലാവരോടും പറയണം, ഞാൻ മത്സരിച്ചെനിക്ക് സമ്മാനം ഉണ്ടെന്ന് കേട്ടോ. എല്ലാവരോടും പറയണം. എപ്പിസോഡ് വരുമ്പോ എല്ലാവരോടും കാണാൻ പറയണം. ഓക്കെ ആണോ? സന്തോഷമായോ? എന്താ ഇപ്പം മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഫസ്റ്റ് ഔട്ട് ആവുമായിരുന്ന ഒരു സങ്കടമായിരുന്നു അല്ലേ? നിരാശപ്പെടണ്ട. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക. മുൻപോട്ട് പോകുമ്പോൾ ഇനി 2 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. പഴയ നിയമമാണോ പുതിയ നിയമമാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? പഴയ നിയമം. പഴയ നിയമം തിരഞ്ഞെടുക്കാൻ പ്രത്യേക ധൈര്യം വേണം. പഴയ നിയമത്തിൽ 2 പുസ്തകമാണ്, ഒന്ന് ശോമേലും ആമോസും. അതല്പം കഠിനമല്ലേ? അതുമായിട്ട് പോവുക. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നുള്ള 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. അബിയേൽ ആരുടെ പിതാവാണ്? അബിയേൽ. ഓപ്ഷൻ എ അബ്നേർ, ഓപ്ഷൻ ബി ഇശായി, ഓപ്ഷൻ സി കീഷ്, ഓപ്ഷൻ ഡി ഈശ്വി. അബിയേൽ ആരുടെ പിതാവാണ്? സമയമുണ്ട്, ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി.
ഏതാണ്? എ ആണോ സി ആണോ? എയോ സിയോ ആണ്. ഏതാണ് ഉറപ്പിക്കുന്നത്? സി. സി ഉറപ്പിക്കുകയാണോ? സി എന്ന് പറഞ്ഞതുപോലെ കേട്ടു. സി ഉറപ്പിക്കാവുന്നതാണോ? പറഞ്ഞു. സി തന്നെ ഇരിക്കട്ടെ. സി തന്നെ ഇരിക്കട്ടെ അല്ലേ? ഇനി ഒന്നും നോക്കണ്ട. സി എങ്കിൽ സി. ഓപ്ഷൻ സി കീഷ് എന്നുത്തരം ഉറപ്പിക്കുകയാണ്. അപ്നേർ വേണ്ട. അപ്നേർ കളഞ്ഞ അബദ്ധമായെങ്കിൽ എന്ത് ചെയ്യും? ഹശു അപ്നേർ കളയേണ്ടിയിരുന്നില്ല. നോക്കട്ടെ. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി കീഷ് എന്നുത്തരമാണോ? അബിയേലിൽ കീഷിന്റെ പിതാവാണ്. അതെ, കീഷാണ് ശരിയായ ഉത്തരം. അങ്ങനെ 2ാമത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിനോട് ഉത്തരം നൽകിയിരിക്കുകയാണ്. പിന്നെയും ഞാൻ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇനി ഉത്തരം അറിയില്ലെങ്കിൽ മത്സരം അവിടെ അവസാനിപ്പിക്കാം. മത്സരം അവസാനിപ്പിച്ചാൽ ഇപ്പോൾ 1500 രൂപയാണ് സമ്മാനത്തുക. 1500 രൂപ കിട്ടും. ഇനി അല്ല, ആ ഉത്തരം തെറ്റാണെങ്കിൽ 1000 രൂപയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. അപ്പൊ മത്സരം അവസാനിപ്പിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. അത് ശ്രദ്ധിക്കുക, മുന്നിലേക്ക് പോകാം. ഓക്കെ, 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം അമ്മിയമ്മാമയ്ക്ക് ഇതാണ്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് ഡാഷ് എന്ന പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓപ്ഷൻ എ ഏദോമിരെ പോലെ, ഓപ്ഷൻ ബി ദമ്മശേക്കിരെ പോലെ, ഓപ്ഷൻ സി ഫെലിസ്ത്യരെ പോലെ, ഓപ്ഷൻ ഡി കൂശ്യരെ പോലെ. ആരെ പോലെയാണ് ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക്? ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത് പോകൂല്ലേ? തെറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ട്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും 1000 രൂപയുടെ സമ്മാനമുണ്ട്. 500 പോകും. 500 പോകും. അവസാനിപ്പിക്കണോ? ഉറപ്പില്ല, നമുക്ക് അവസാനിപ്പിക്കാം. വേണമെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, വടക്കഞ്ചേരിയിൽ നിന്നുള്ള അമ്മിണിയമ്മാമ വന്ന് 7 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് 8ാമത്തെ ചോദ്യം ഒരു ആശങ്കയിലുള്ളത് കൊണ്ട് അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിൽ അമ്മിണിയമ്മാമ എത്തിയിരിക്കുന്നു. വളരെ നല്ല തീരുമാനം. സംശയമുള്ള എല്ലാ മത്സരാർത്ഥികളും അങ്ങനെ തന്നെ തീരുമാനമെടുക്കുക. ഓക്കെ, നമ്മൾ മത്സരം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഏതാണ് അമ്മിണിയമ്മാമയുടെ ഉത്തരം? മത്സരം അവസാനിച്ചു. ഇനി മത്സരം ഇല്ല. ഏത് ഉത്തരം വേണമെങ്കിലും പറയാം. ഓപ്ഷൻ ഡി കൂശ്യർ. ഓക്കെ, ഓപ്ഷൻ ഡി കൂശ്യർ എന്നുത്തരം ശരിയാണ്. നമുക്ക് പരിശോധിക്കാം അല്ലേ? ഓ, കൂശ്യർ എന്നുത്തരം ശരിയായിരുന്നു. മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ നല്ല തീരുമാനം. ഇനി വേറെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോയിരുന്നെങ്കിലോ. ഇനി ഏതായാലും 9ാമത്തെ ചോദ്യം ഇതിലും അതികഠിനമായ പരീക്ഷയാണ് വരുന്നത്. 7 മടങ്ങ് ചൂട്. ഇനി വരുന്ന ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചോ. 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ പോലത്തെ ചോദ്യമാണ് ഇനി വരുന്നത്. 9ാമത്തെ ചോദ്യത്തിന് 9 മടങ്ങ് ചൂട് കൂടുതലാണ്. കൂശ്ശേരി ശരിയായിരുന്നു. പക്ഷെ നമ്മുടെ മത്സരം അവസാനിപ്പിച്ചു. ഏതായാലും അമ്മിണിയമ്മാമ ഒരു കാര്യത്തിൽ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇത്ര തിരക്കുകൾക്ക് നടുവിൽ ഒരു ദിവസം ഇടപെട്ട് കൃത്യമായിട്ട് ഭർത്താവിനോടൊപ്പം ചികിത്സയ്ക്ക് കടന്നുപോയി ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് വളരെ തിരക്കുകൾക്കിടയിൽ വായിച്ച് സമയം കണ്ടെത്തി മത്സരിക്കാൻ സമയം കണ്ടെത്തി വന്ന് ആത്മവിശ്വാസത്തോടെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവ് പരിപൂർണമായ സൗഖ്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ അച്ഛന് നൽകട്ടെ. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന മക്കളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മിണിയമ്മാമെ പോലെയുള്ള ആളുകൾക്ക് ബൈബിൾ വായിച്ച് പഠിക്കാമെങ്കിൽ നമുക്കും അതാകാം. അപ്പോ അതിനുവേണ്ടി നിങ്ങളും പരിശ്രമിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ബൈബിൾ ബ്രെയിൻസിൽ നിന്ന് ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം?
പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.